ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നിത്യയ്ക്ക് ജോലി കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുന്നതാണ്. നിങ്ങളാരും ആഹാരം കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് ശരവണൻ എല്ലാവർക്കും ചോറ് വിളമ്പുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹരിയുടെ വീടാണ്. തനിക്കൊരു പ്രൈവറ്റ് കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലി കിട്ടിയെന്ന് ഹരി പറയുമ്പോൾ അമ്മാവനത് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുജാതയുടെ വീടാണ്. ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജ്യോതിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരികയാണ്. ജ്യോതി പുറത്തേക്ക് ഓടുന്നത് കണ്ട് സുജാതയും ശരവണനും നിത്യയും പിന്നാലെ ചെല്ലുന്നു. ഛർദ്ദലിനൊടുവിൽ തളർന്ന് താഴേക്ക് വീഴും ജ്യോതിയാണ് കാണിക്കുന്നത്. ശരവണ, നീ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ജ്യോതിയെ താങ്ങി പിടിക്കുകയാണ് നിത്യയും സുജാതയും. അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം ജ്യോതി പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് 3 പേരും ഞെട്ടലോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ആകെ തകർന്ന് പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുന്ന ജ്യോതിയെയാണ്. അതേസമയം രഘുവും സാറയും സദാനന്ദനും മക്കളും എല്ലാവരും നിത്യയും സുജാതയുമൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിത്യ ഹരിയും അവരവരുടെ ജോലിക്ക് പോകുന്നതാണ്. ഹരി അയച്ച കത്തുകൾ എടുത്തു നോക്കി സമാധാനത്തോടെ നിൽക്കുന്ന നിത്യയും അതേപോലെ തന്നെ നിത്യയുടെ കത്തുകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹരിയെയുമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ളതാണ്. ജ്യോതി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 8 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസമാണ്. ജോലിക്ക് പോകാനായി തൻ്റെ ബാഗ് തിരയുന്ന നിത്യയാണ് കാണിക്കുന്നത്. അമ്മേ, എൻ്റെ ബാഗ് കണ്ടായിരുന്നോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ സുജാത അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കാണാതായിട്ടുണ്ടെങ്കിലേ കണ്ണൻ പണി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് സുജാത പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ആദി എന്ന് വിളിക്കുകയാണ് നിത്യയും സുജാതയും. പിന്നീട് കാണിക്കുന്നത് നിത്യയും സുജാതയും ആദിയെ കാണുന്നതാണ്. അയ്യോ, എന്നാലും ആദ്യം എവിടെ പോയി കാണുമെന്ന് സുജാത പറയുമ്പോൾ അവരെ രണ്ടുപേരെയും പേടിപ്പിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ആദി. അവർ രണ്ടുപേരും പേടിക്കാതെ നിൽക്കുന്ന കാണുമ്പോൾ ആദി ചോദിക്കുകയാണ്, എന്താ സുജാതെ, നീ പേടിക്കാതിരുന്നത്? മൂത്തവരെയാണോടാ പേര് വിളിക്കുന്നതെന്ന് നിത്യ ചോദിക്കുന്നു. പിന്നെ ഇന്ത്യയിലെ മന്ത്രിമാരെയും കേരളത്തിലെ മന്ത്രിയും ഒക്കെ തന്നെ നിങ്ങൾ പേര് വിളിക്കുമ്പോൾ ഞാൻ സുജിയെന്ന് വിളിച്ചാൽ എന്താ നിത്യാമ്മയെന്ന് ആദി ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് അവരെല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ ജ്യോതി വരികയാണ്. എന്താ ഇവിടെ ഒരു ബഹളം, നീ രാവിലെ തന്നെ തുടങ്ങിയോടാ എന്ന് ജ്യോതി ചോദിക്കുന്നു. ഈ നിത്യയും സുജിയും ശരിയല്ലെന്നേ എന്ന് ആദി പറയുമ്പോൾ ജ്യോതി പറയുകയാണ്, മര്യാദയ്ക്ക് സംസാരിച്ചോണം, ഒരാളോടും ഒരു റെസ്പെക്റ്റും ഇല്ല, വായി തോന്നിയതൊക്കെയാണല്ലോ നീ വിളിച്ചു പറയുന്നതെന്ന് ജ്യോതി ദേഷ്യത്തോടെ പറയുമ്പോൾ മോളെ, അങ്ങനെയൊന്നും പറയാതെ, നീ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങിയ പിന്നെ അവൻ നിന്റെ അടുത്തേക്ക് വരില്ലെന്ന് സുജാത പറയുന്നു. ആരും വരണ്ട, അത് തന്നെയാ എനിക്കിഷ്ടവുമെന്ന് ജ്യോതി പറയുന്നു. ആദി, നീ എൻ്റെ ബാഗ് എടുത്തു തരാൻ നിത്യ പറയുമ്പോൾ ബാഗൊക്കെ എടുത്തു തരാമെന്നും, എന്നാൽ നിത്യാമ്മ ഇന്ന് പുറത്തു പോയി വരുമ്പോൾ പൊട്ട് മേടിച്ചു കൊണ്ടുവരണം, നാളെ മുതൽ പൊട്ട് തൊട്ടുകൊണ്ട് വേണം പോകാനെന്നും ആദി പറയുന്നു. ഇത് കേൾക്കുന്ന ജ്യോതി ആദിയോട് സ്കൂളിൽ പോകാൻ റെഡിയാകാൻ പറഞ്ഞ് വഴക്ക് പറയുകയാണ്. തുടർന്ന് ശരവണനും സുജാതയുമൊക്കെ നിത്യയോട് ഒരുങ്ങി നടക്കാൻ പറയുമ്പോൾ ഒരു വിധവ എങ്ങനെ അമ്മേ പൊട്ട് തൊടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നിത്യ അകത്തേക്ക് പോകുന്നു. ഇത് കണ്ടെല്ലാവരും വിഷമത്തോടെ നിൽക്കുന്നു. എല്ലാം ശരിയാകും അമ്മയെന്ന് പറഞ്ഞ് ശരവണൻ ജോലിക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഷൂവും സോക്സുമായി ജ്യോതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ആദിയെയാണ്. ദേ ജ്യോതി, എനിക്ക് ഈ സോക്സ് ഇട്ട് തരാൻ ആദി പറയുമ്പോൾ നിന്റെ നിത്യാമ്മയോട് പോയി പറയാൻ ജ്യോതി പറയുന്നു. അതിന് ജ്യോതിയല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നത്, അതുകൊണ്ട് ജ്യോതി തന്നെ ഇട്ട് തന്നാൽ മതിയെന്ന് ആദി പറയുന്നു. തുടർന്ന് കാലുമാറ്റെന്ന് പറഞ്ഞ് ജ്യോതി കുഞ്ഞിനെ നിലത്തേക്ക് തള്ളിയിടുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നിത്യ ഓടി വരികയും കുഞ്ഞിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. എന്താ ജ്യോതി നീ കാണിക്കുന്നതെന്ന് നിത്യ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ജ്യോതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.